ഹലോ ഫ്രണ്ട്സ്, നമ്മൾ കേരള ചരിത്രമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കേരള ചരിത്രത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അതായത് യൂറോപ്യന്മാരുടെ ആഗമനം, അറൈവൽ ഓഫ് യൂറോപ്യൻസ്. ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞിരുന്നത് പോർച്ചുഗീസുകാരുടെ വരവും അവരുണ്ടാക്കിയ സ്വാധീനമാണ്. അത് നിങ്ങൾ വ്യക്തമായിട്ട് കണ്ടു. രണ്ടാമത് നമ്മൾ കണ്ടത് ഡച്ചുകാരാണ്. ഡച്ചുകാരുടെ സ്വാധീനം, അവരുണ്ടാക്കിയ ഇമ്പാക്റ്റ് എന്നുള്ളത് ഞാൻ വ്യക്തമായി കണ്ടു. ഇനി മൂന്നാമത്തെ കാര്യം എന്താണ്, മൂന്നാമത്തെ ഒരു ഭാഗം എന്താണ് നമ്മൾ ഫ്രഞ്ചുകാരാണ്. ഫ്രഞ്ചുകാർ വലിയ സ്വാധീനം ഒന്നും ഉണ്ടാക്കിയില്ല, അത് ഞാൻ പറഞ്ഞിരുന്നു. നാലാമത്തെ ആളുകൾ ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാർ എങ്ങനെ ഭരണം പിടിച്ചു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. ഭരണം പിടിച്ചത് അവർ നേരിട്ടുള്ള ഒരു യുദ്ധത്തിലൂടെയല്ല, ഇൻഡയറക്റ്റ് യുദ്ധം. ഇൻഡയറക്റ്റ് യുദ്ധം എന്ന് പറയുമ്പോൾ മൈസൂരിനെ പിടിച്ചെടുത്തപ്പോൾ മൈസൂരിന്റെ കീഴിലായ മലബാർ ബ്രിട്ടീഷുകാർക്കൊപ്പം കൂടി. എന്നല്ല, ഒപ്പമായി മാറി. പിന്നീട് കൊച്ചിയും തിരുവാങ്കൂറും എന്താണ്, ഒരു സബ്സിഡറി അലയൻസ് ട്രീറ്റി വഴി ഒരു സൈനിക സഹായ വ്യവസ്ഥ അത് പ്രകാരം ബ്രിട്ടീഷുകാർ ഇൻഡയറക്റ്റ് അല്ലെങ്കിൽ പരോക്ഷമായിട്ടുള്ള ഒരു നിയന്ത്രണത്തിലേക്ക് വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കേരളം മുഴുവൻ, കേരളത്തിലെ മലബാർ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ, തിരുവാങ്കൂറും അതുപോലെ കൊച്ചിയും ഇൻഡയറക്റ്റ്ലി അവരെ കൺട്രോളായി. അതായത് ബ്രിട്ടീഷേഴ്സ് ബിക്കം ദ മാസ്റ്റേഴ്സ് ഓഫ് കേരള. ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാണ്. ഇനി മലബാറിൽ ബ്രിട്ടീഷുകാർ ഭരണം തുടങ്ങി. അവിടെ ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൻ്റെ സ്വാധീനം അല്ലെങ്കിൽ അതുമൂലം ഉണ്ടായ എന്തൊക്കെയാണ് ഇനി ഇമ്പാക്റ്റ്, അതിൻ്റെ സ്വാധീന ഫലങ്ങൾ എന്തൊക്കെ എന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ, ഞാനിങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് അതല്ലെങ്കിൽ ഒരു അനലറ്റിക്കലായിട്ട് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് ഏറ്റവും കൂടുതൽ ഉപകരിക്കുന്ന ഈ രീതിയിലുള്ള അനലറ്റിക്കലായിട്ടുള്ള ഒരു ക്ലാസ്സുകളാണ്. ഇനി നിങ്ങൾ മറ്റ് പരീക്ഷകൾ നോക്കുകയാണെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലെ ക്വസ്റ്റ്യങ്ങൾ പഠിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി ഒന്ന് നമുക്ക് തീർച്ചയായും ലോജിക്കൽ സോൾവിങ്ങും ഇൻ്റലിജൻറ്റ് എലിമിനേഷൻ ടെക്നിക്സ് അല്ല ഓപ്ഷണൽ എലിമിനേഷൻ ടെക്നിക്സ് ഈ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാം തീർച്ചയായിട്ടും. പക്ഷേ അതിൻ്റെ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എന്ത് അറിയണം, അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയണം, അതിനെക്കുറിച്ചൊരു നോളജ് ഉണ്ടായിരിക്കണം. അപ്പോൾ അതായത് നമ്മൾ ഇതിൻ്റെ മുന്നേ കേരള ചരിത്രം പഠിക്കുന്നവർക്കറിയാം, തത്തമ്മേ പൂച്ച അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു പഠിക്കുകയാണ് നമ്മൾ ചെയ്തത്. പക്ഷെ അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും എക്സാം നേടാൻ സാധിക്കുകയില്ല. കുറച്ചുകൂടെ അനലിറ്റിക്കലായിട്ട് ഈ ചരിത്രം എന്ന് പറയുന്നത് അതൊക്കെ കുറച്ചൊരു കഥ പോലെ മനസ്സിലാക്കി ആ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഇത്രയേ ഉള്ളൂ ചരിത്രത്തെക്കുറിച്ച് പറയുന്നത്. ടുഡേയ്സ് പൊളിറ്റിക്സ് ഈസ് ടുമാറോസ് ഹിസ്റ്ററി. അതായത് ഇന്നത്തെ രാഷ്ട്രീയമാണ് നാളത്തെ ചരിത്രമായി മാറുന്നത്. ഉദാഹരണം പറഞ്ഞാൽ ഇപ്പോൾ നവകേരള സദസ് അതിപ്പോൾ നടന്നുകൊണ്ട് ഇരിക്കുന്ന ഒരു സംഭവമാണ്. ഇതിൻ്റെ മുന്നേ കേരളീയം നടന്നു. കേരളീയം എന്നുള്ളൊരു പ്രോഗ്രാം നവംബർ 1 മുതൽ 7 വരെ. ഇതൊക്കെ എന്താണ്, ഇപ്പോൾ നമ്മൾ പഠിക്കുമ്പോൾ 2023 2024 കറണ്ട് അഫയേഴ്സ് ആണ്. എന്നാൽ 2050 ആകുമ്പോഴത്തേക്കോ അത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ട് മാറും. ഓക്കെ, അതല്ലേ ഇപ്പോൾ നമ്മൾ ജവഹർലാൽ നെഹ്റുവിനെ കുറിച്ച് പഠിക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പഠിക്കുക. EMSനെ കുറിച്ച് പഠിക്കുന്നത് ചരിത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് പഠിക്കുക. പക്ഷേ EMSന്റെ സമയത്ത് ജീവിച്ചിരുന്നവർക്ക്, ജവഹർലാൽ നെഹ്റുവിൻ്റെ സമയത്ത് ജീവിച്ചിരിക്കുന്നവർക്ക് അതെന്താണ്, കറണ്ട് അഫയേഴ്സ് ആണ്. അത്രമാത്രമേ ഉള്ളൂ. അതായത് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരൊക്കെ വന്നപ്പോൾ അവരുടെ സമയങ്ങളിൽ ജീവിച്ചിരുന്നവർക്ക് അല്ലെങ്കിൽ അവരുടെ സംവിധാനമൊക്കെ ജസ്റ്റ് കറണ്ട് അഫയേഴ്സ് മാത്രമാണ്. ഇപ്പോൾ നമ്മൾ എന്തായി മാറുന്നു, അത് ചരിത്രമായി മാറുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് നാളത്തെ ചരിത്രം. അല്ലെങ്കിൽ ടുഡേയ്സ് കറണ്ട് അഫയേഴ്സ് ഈസ് ടുമാറോസ് ഹിസ്റ്ററി എന്ന് വേണമെങ്കിൽ പറയാം.